ഹായ് ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്ന് നമുക്കൊരു കഥ കേൾക്കാം. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. നമ്മൾ ചിന്തിക്കുന്നതും നമ്മളുടെ തീരുമാനങ്ങളുമാണ് ശരിയെന്ന് എപ്പോഴും ചിന്തിക്കുന്നു. നമ്മുടെ വഴി മാത്രമാണ് ശരിയെന്ന് കരുതുന്നു. മറ്റൊരാൾക്ക് വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് തെറ്റായിരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. എന്നാൽ സത്യം എന്താണെന്നാൽ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും നിരവധി പരിഹാരങ്ങളുണ്ട്. അതുകൊണ്ട് മറ്റൊരാൾ പറയുന്ന അഭിപ്രായങ്ങൾ അവഗണിക്കുകയോ ശ്രദ്ധിക്കാതിരിക്കുകയോ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് തടസ്സമായി തീരാം. അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകാൻ അത് കാരണമായി തീരാം. ഇന്നത്തെ സ്റ്റോറിയിൽ ഒരു കൊച്ചു പെൺകുട്ടി തൻ്റെ ലളിതമായ ഉത്തരത്തിലൂടെ എങ്ങനെയാണ് വ്യത്യസ്തമായി ചിന്തിക്കുന്നതെന്ന് നമ്മെ പഠിപ്പിക്കുന്ന വളരെ അർത്ഥവത്തായ മനോഹരമായ ഒരു സ്റ്റോറിയാണ്. അതുകൊണ്ട് ഈ സ്റ്റോറി അവസാനം വരെ കാണുക. ഒരിടത്ത് ഒരു ചെറിയ ഗ്രാമത്തിൽ ആൻമരിയ എന്ന പേരുള്ള ഒരു കൊച്ചു പെൺകുട്ടി ജീവിച്ചിരുന്നു. അവൾ വളരെ ഉന്മേഷവതിയും വളരെ ചുറുചുറുക്കുമുള്ള വളരെ ആക്റ്റീവായിട്ടുള്ള മിടുക്കിയായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. സ്കൂളിൽ പോകുന്നത് അവൾക്ക് വലിയ ഇഷ്ടമാണ്. എല്ലാ ദിവസവും സ്കൂളിൽ പോകും. എന്നാൽ ഒരു വലിയ പ്രശ്നമുള്ളത് മാത്സ് എന്ന സബ്ജക്റ്റ് അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എപ്പോഴെല്ലാം അവൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ ആ സമയത്തെല്ലാം ഈവൻ ചെറിയ സംഖ്യകൾ ഉപയോഗിച്ചുള്ള സബ്സ്ട്രാക്ഷനും അഡീഷനും ആണെങ്കിൽ പോലും കയ്യിലെ ഫിംഗേഴ്സ് ഒക്കെ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് വളരെ കഷ്ടപ്പെട്ടാണ് താൻ ആൻസർ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. പലപ്പോഴും കൺഫ്യൂഷൻ ആകുകയാണ്. ആൻമരിയയുടെ പ്രായത്തിൽ സത്യത്തിൽ അത് നോർമലാണ്. എന്നാൽ തൻ്റെ ക്ലാസ്സിലെ മറ്റുള്ള കുട്ടികളെല്ലാം ഫാസ്റ്റായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പഠിക്കുന്നത് കൊണ്ട് അവരത് എളുപ്പത്തിൽ അതെല്ലാം സോൾവ് ചെയ്യുന്നത് കൊണ്ട് ആൻമരിയയുടെ പേരൻസിന് അല്പം ടെൻഷനായി തുടങ്ങി. ആൻമരിയയുടെ ക്ലാസ്സിലെ തൻ്റെ ക്ലാസ് ടീച്ചർ ജോൺ എന്ന പേരുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം വളരെ ക്ഷമയുള്ള, വളരെ കൈൻഡ് ആയിട്ടുള്ള, വളരെ സ്നേഹം നിറഞ്ഞ ഒരു അധ്യാപകനാണ്. ഒരു ദിവസം ആൻമരിയയുടെ ക്ലാസ് ടീച്ചർ അവരുടെ ക്ലാസ്സിൽ വന്നിട്ട് എല്ലാ കുട്ടികളോടുമായിട്ട് പറഞ്ഞു ഒരു പടം വരയ്ക്കാം. എല്ലാ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പടം വരയ്ക്കാൻ. അങ്ങനെ എല്ലാവരും പേപ്പറും പെൻസിലും എല്ലാം എടുത്ത് പടം വരയ്ക്കാൻ തുടങ്ങി. ആൻമരിയയ്ക്കാണെങ്കിൽ വളരെ ഇഷ്ടമാണ് പടം വരയ്ക്കാൻ. മാത്സ് അവളുടെ വീക്ക്നെസ് ആണ്, എന്നാലും ഡ്രോയിങ് അവളുടെ സ്ട്രെങ്ത് ആണ്. ഇൻഫാക്ട് ആൻമരിയാണ് ആ ക്ലാസ്സിലെ ബെസ്റ്റ് ആർട്ടിസ്റ്റ്. അതുകൊണ്ട് തന്നെ ആൻമരിയ തൻ്റെ ബാഗിൽ എപ്പോഴും പടം വരയ്ക്കാനുള്ള ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടു നടക്കും. അങ്ങനെ ആൻമരിയ ഫുൾ ഫോക്കസോട് കൂടി പടം വരയ്ക്കുകയാണ്. അങ്ങനെ എല്ലാ കുട്ടികളും പടം വരയ്ക്കുന്നു. ആൻമരിയയും പടം വരയ്ക്കുകയാണ്. ക്ലാസ് ടീച്ചർ ഓരോ കുട്ടികളെയും ശ്രദ്ധിക്കുകയാണ് അവരെന്തൊക്കെ പടങ്ങളാണ് വരയ്ക്കുന്നത് എന്ന്. ചില കുട്ടികൾ ഡക്ക് വരയ്ക്കുന്നു, ചില കുട്ടികൾ ക്യാറ്റിനെ വരയ്ക്കുന്നു, ചില കുട്ടികൾ അവരുടെ തന്നെ ഫ്രണ്ട്സിനെ വരയ്ക്കുന്നു. അങ്ങനെ പല കുട്ടികളും അവർ ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരയ്ക്കുകയാണ്. അങ്ങനെ ഈ ക്ലാസ് ടീച്ചർ എല്ലാവരുടെയും പേപ്പറിൽ പടം വരച്ചു കഴിഞ്ഞതിന് ശേഷം കൈൻഡ് ആയിട്ടുള്ള ചില കമന്റുകൾ എഴുതുകയും സ്റ്റാറൊക്കെ വരച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. ലാസ്റ്റായിട്ട് ആൻമരിയുടെ പടം വരച്ച പേപ്പർ അദ്ദേഹം ശ്രദ്ധിക്കുകയാണ്. അദ്ദേഹം വളരെ അത്ഭുതപ്പെട്ടു. മറ്റുള്ള കുട്ടികളുടെ പടങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ആൻമരിയുടെ പടം. മറ്റുള്ള കുട്ടികളുടെ പടം വരയ്ക്കുന്നതിലുള്ള ലിമിറ്റേഷനും ആൻമരിയയുടെ പടം വരയ്ക്കുന്നതിലുള്ള കഴിവും അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ആൻമരിയയുടെ പേപ്പറിൽ ഇപ്രകാരം എഴുതി: വെൽ ഡൺ ആൻമരിയ, ഗ്രേറ്റ് വർക്ക്.
യുവർ പിക്ചർ ഈസ് റിയലി ബ്യൂട്ടിഫുൾ. ആൻമരിയയ്ക്ക് വളരെ സന്തോഷമായി. അവൾ വിചാരിച്ചു, ഈ പഴം വരച്ചിരിക്കുന്ന സാർ കമൻറ്റ് ചെയ്തിരിക്കുന്ന ഈ പേപ്പർ എൻ്റെ പേരൻസിനെ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് വളരെ സന്തോഷമായി തീരും, അവരെന്നെ തീർച്ചയായും അപ്രിഷ്യേറ്റ് ചെയ്യും. അങ്ങനെ ആ ക്ലാസ് കഴിഞ്ഞു. ഇൻ്റർവൽ ടൈമാണ്. ചില കുട്ടികൾ ക്യാൻറ്റീനിൽ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നു, ചില കുട്ടികൾ പ്ലേ ഗ്രൗണ്ടിലേക്ക് പോകുന്നു. അങ്ങനെ ആൻമരിയ താൻ കൊണ്ടുവന്നിരിക്കുന്ന സ്നാക്സും എടുത്ത് ക്യാൻറ്റീനിലേക്ക് പോവുകയാണ്. ചില ഫ്രണ്ട്സ് ഫുഡ് ഓർഡർ ചെയ്തു. അങ്ങനെ അവർ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ആ സമയത്തും മാത്സ് പ്രോബ്ലമായിട്ട് വരികയാണ്. ക്യാൻറ്റീനിൽ പേയ്മെൻറ്റ് ചെയ്യാൻ നേരത്ത് എത്രയായി, എത്ര ബാലൻസ്, ഇതൊക്കെ വന്ന സമയത്ത് ആൻമരിയ തൻ്റെ ഫിംഗേഴ്സൊക്കെ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ആൻമരിയയ്ക്ക് മാത്സ് ഭയങ്കര പാടാണ്. പതിയെ പതിയെ ഈ കാര്യം മറ്റുള്ള ക്ലാസ്സിലെ കുട്ടികളെല്ലാം അറിഞ്ഞു. അങ്ങനെ ആൻമരിയ വളരെ വിഷമത്തിലാവുകയാണ്. ഇൻ്റർവെല്ലെല്ലാം കഴിഞ്ഞു. ഇവർ തിരിച്ച് ക്ലാസ്സിൽ ചെന്നു. അടുത്ത സബ്ജക്റ്റ് മാത്സ് ആണ്. അങ്ങനെ മാത്സിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. സാർ ക്ലാസ്സിൽ വന്നിട്ട് എല്ലാ കുട്ടികളോടുമായിട്ട് ചോദിക്കുകയാണ്, I give you one apple, then one more. Now tell me how many apples in total. എല്ലാ കുട്ടികളും ഒരുമിച്ച് ആൻസർ പറയുകയാണ്. എന്നാൽ ആൻമരിയുടെ ടേൺ ആയപ്പോൾ ആൻ വളരെ കൺഫ്യൂസിങ് ആയിട്ട് ഫിംഗേഴ്സൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയുകയാണ് 4 sir. സാറിന് ആകെ അത്ഭുതമായി. എല്ലാ കുട്ടികളും റൈറ്റ് ആൻസർ പറഞ്ഞു 3. പക്ഷേ ആൻമരിയെ മാത്രം ഇത്ര ബുദ്ധിമുട്ടി 4 പറയുന്നത് എന്താണ്? അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, ചിലപ്പം ആൻമരിയയ്ക്ക് ആപ്പിൾ ഇഷ്ടമല്ലായിരിക്കും. അങ്ങനെ അദ്ദേഹം മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ആൻമരിയ, I give you one strawberry, then one more. Now tell me how many strawberries in total. അപ്പോൾ ആൻമരിയ പറയുകയാണ് 3 sir. അപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. എന്നിട്ട് അദ്ദേഹം പിന്നെയും ആപ്പിളിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇനി ആൻമരിയ പറയൂ, I give you one apple, then one more. Now tell me how many apples in total. ഈ സമയത്ത് ആൻമരിയ പിന്നെയും കോൺഫിഡൻ്റ്ലി പറയുകയാണ് 4 sir. അപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വരികയാണ്. എന്താണ് ആൻ സ്ട്രോബെറിയുടെ കണക്ക് ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, എന്താണ് ഈ ക്വസ്റ്റ്യൻ, ഈ ആൻസർ ഇങ്ങനെ തെറ്റായിട്ട് പറയുന്നത്? എങ്ങനെയാണ് 4 ആകുന്നത്? അങ്ങനെ അദ്ദേഹത്തിന് പെട്ടെന്ന് ദേഷ്യം വരികയാണ്. അദ്ദേഹത്തിൻ്റെ മുഖഭാവമെല്ലാം മാറി. ഇത് കണ്ട് ആൻമരിയ പേടിച്ച് പുറകോട്ടൊന്ന് വലിയുകയാണ്. എന്നിട്ട് പതിയെ, വളരെ പതിയെ, ചെറിയ ശബ്ദത്തിൽ അദ്ദേഹത്തോട് പറയുകയാണ്, സർ, എൻ്റെ ബാഗിൽ ഒരാപ്പിൾ കൂടെ ഉണ്ട്, അതുകൂടി കൂട്ടിയാണ് ഞാൻ 4 പറഞ്ഞത്. ഈ ആൻസർ കേട്ടപ്പോൾ അദ്ദേഹം മനസ്സിലാക്കുകയാണ്, ഈ കുട്ടി തെറ്റായിരുന്നില്ല, അവൾ ശരിയായിരുന്നു. അവളുടെ ആൻസർ വളരെ ശരിയായിരുന്നു. തൻ്റെ തെറ്റിദ്ധാരണയായിരുന്നു, തൻ്റെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു അത്. അങ്ങനെ ആ ക്ലാസ് ടീച്ചർ വളരെയധികം ആ കുട്ടിയെ അഭിനന്ദിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഈ കഥയിലെ പോലെ നമ്മുടെ ജീവിതത്തിലും പല പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ വിചാരിക്കും നമ്മൾ കണ്ടെത്തുന്ന പരിഹാരം മാത്രമാണ് ശരി, മറ്റൊരാളുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ അവരുടെ പേഴ്സ്പെക്റ്റീവ്, അവരുടെ പോയിന്റ് ഓഫ് വ്യൂ തെറ്റാണ് എന്ന് വിചാരിക്കും. എന്നാൽ നമ്മൾ എപ്പോഴാണോ ക്ഷമയോടെ അവർ പറയുന്നത് ശ്രദ്ധിക്കുന്നത്, അവരുടെ ആ പേഴ്സ്പെക്റ്റീവ്, ആ പോയിന്റ് ഓഫ് വ്യൂ, ആ റീസൺസ്, ആ വഴികൾ എപ്പോഴാണോ ഒന്ന് കേൾക്കാൻ ശ്രമിക്കുന്നത്, ആ സമയത്ത് നമുക്ക് മനസ്സിലാകും നമ്മൾ ചിന്തിച്ചത് മാത്രമല്ല ശരി, അതും കൂടി അതിന് ആൻസറാണ് എന്ന്. സോ നെവർ തിങ്ക് ദാറ്റ് only your way is right. In this world,
There are many reasons, many paths, and many perspectives. So, before judging someone, listen carefully to what they have to say. അങ്ങനെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ തന്നെ കിടന്ന് സ്ട്രഗിൾ ചെയ്ത് തന്നെ എടുക്കുന്ന തീരുമാനങ്ങൾ, പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണെന്ന് കരുതി അത് ചെയ്ത് ആ പ്രശ്നം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ മറ്റുള്ളവരുടെ വളരെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ഒന്ന് ശ്രദ്ധയോടെ കേൾക്കുവാനും ഒന്ന് വിലയിരുത്തുവാനും അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുവാനും മനസ്സ് കാണിക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നത്തിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പരിഹാരം കണ്ടെത്താൻ സാധിക്കും. ഒന്നും ഒരു പരാജയമായി തീരില്ല. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.